BJP ഇനിയും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ജനതയ്ക്ക് തലയുയർത്തി നടക്കാവുന്ന നേട്ടങ്ങളാണ് 1000 ദിനം കൊണ്ട് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി. പൂരനഗരിയെ ചെങ്കടലാക്കി LDFന്റെ കേരള സംരക്ഷണ യാത്രകൾക്ക് തൃശൂരിൽ സമാപനമായി. വിവരങ്ങളുമായി അഭിറാം ചേരുകയാണ്. അഭിറാം, വിശദാംശങ്ങൾ എന്താണ്? LDF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച 2 ജാഥകളുടെ കേരള സംരക്ഷണ യാത്രകളുടെ തെക്കൻ മേഖല, വടക്കൻ മേഖലാ ജാഥകളുടെ സമാപനമാണ് ഇന്ന് തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ നടന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്ന മഹാസംഗമത്തോടുകൂടി ജാഥകൾക്ക് പരിസമാപ്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട വിശദമായ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത്, ഇപ്പോൾ അതിർത്തിയിൽ നടക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. പക്ഷേ അവിവേകത്തോടെയാണ് ചില BJP RSS നേതാക്കൾ ഈ വിഷയം കൈകാര്യം ചെയ്തത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന RSS തലവന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. മറ്റൊന്ന്, ഒരു കാരണവശാലും BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഉണ്ടായാൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും എന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇതേ കൂട്ടർ തന്നെ ഇനിയും 5 വർഷക്കാലം നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുന്നു എങ്കിൽ എന്തായിരിക്കും ഫലം? ചിലതെല്ലാം ഇല്ലാതാകും. അതിലേറ്റവും അധികം അപകടപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെയായിരിക്കുമെന്ന് നാം കാണണം. കാരണം രാജ്യത്തിന്റെ നിലനിൽപ്പ് ജനങ്ങളുടെ ഒരുമയിലും ഐക്യത്തിലുമാണ്. ആ ജനങ്ങളെ പല ചേരികളാക്കിയാൽ രാജ്യത്തിന് നിലനിൽപ്പ് അപകടത്തിലാവും. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ 1000 ദിവസം പൂർത്തിയാക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചത് എങ്ങനെയാണ്? സർവ്വതലസ്പർശിയായ വികസന കാഴ്ചപ്പാടാണ് സർക്കാരിന് ഉള്ളത്. അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ചർച്ച് ആക്ടിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സംസ്ഥാനത്തെ ക്രൈസ്തവരെ ഇടതുമുന്നണിയുമായി അഭിപ്രായ ഭിന്നതയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചർച്ച് ആക്ട് എന്ന പേരിൽ ചില വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. അത്തരമൊരു ചർച്ച് ആക്ടിനെ കുറിച്ച് സർക്കാർ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇടതുമുന്നണി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയുണ്ടായി. ചില മാധ്യമങ്ങൾക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു. ചില മാധ്യമങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷത്തെ തകർക്കാൻ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 1000 ദിനത്തിന് മുൻപ് നമ്മുടെ നാട് എന്തായിരുന്നോ അതിൽ നിന്ന് നല്ല മാറ്റം വന്നു എന്നുള്ളത്. 1000 ദിനത്തിന് മുൻപുള്ള നാടിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെല്ലാവരും അല്പം തല താഴ്ത്തിയിട്ടായിരുന്നു. ഇവിടെ ജീവിക്കേണ്ടി വരികയാണല്ലോ എന്നാലോചിച്ച്. കാരണം ഒരു നല്ല നാട്, ആ നാടിന്റെ പേര് മുഴുവൻ മോശമായിരിക്കുന്നു. കേരളമെന്ന് കേട്ടാൽ അഴിമതിയുടെ ഒരു നാടാണ് എന്ന ചിത്രം പൊതുവെ വരുന്നു. ഒരുപാട് അഴിമതികളുടെ കഥകൾ പുറത്തു വരുന്നു. അതിനോടൊപ്പം മഹാവൃത്തികെട്ട ഒട്ടേറെ കാര്യങ്ങൾ കൂടെ വരികയും ചെയ്യും. ഇതാണ് 1000 ദിവസം മുൻപ് നമ്മുടെ കേരളത്തിലുണ്ടായ നില. ഏതായാലും ഒപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണനും ജാഥ ക്യാപ്റ്റന്മാരായ കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. ഏതായാലും കഴിഞ്ഞ 20 ദിവസത്തോളമായി സംസ്ഥാനത്ത് പ്രചരണം നടത്തിയിരുന്ന 2 ജാഥകളാണ് ഇന്ന് ലക്ഷങ്ങൾ പങ്കെടുത്ത വലിയ റാലിയോടുകൂടി തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ സമാപിച്ചത്. ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് സംബന്ധിച്ച് തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ശബ്ദ സന്ദേശം. മസൂദ് അസറിന്റെ സഹോദരൻ മൌലാന അമറിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. അതേസമയം ദില്ലി സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ സന്ദർശിച്ചു. ഇതിനിടെ തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ടെന്ന് സമ്മതിച്ച പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും രംഗത്തെത്തി. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സ്ഥിരീകരിച്ചുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ അഫ്ഗാനിസ്ഥാനിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന മൗലാന അമർ എന്ന തീവ്രവാദിയാണ് ഇക്കഴിഞ്ഞ 28-ാം തീയതി പെഷവാറിൽ നടന്ന ഒരു സംഭാഷണത്തിൽ ഇന്ത്യ ആക്രമിച്ചു എന്ന് അംഗീകരിക്കുന്നത്, കെട്ടിടങ്ങൾ തകർത്തു എന്നും
വ്യക്തമാക്കിയിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മൗലാന മസൂദ് അസ്ഹറിന്റെ സഹോദരൻ കൂടിയാണ് ഇപ്പോൾ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്ന മൗലാന അമർ. ഇന്ത്യൻ സേന നേരത്തെ തന്നെ പറയുന്നതാണ് പാകിസ്ഥാൻ ഇത് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ആക്രമണത്തിന് ഇരയായ ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദി സംഘടന തങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഇന്ത്യൻ ആർമി ഉണ്ടാക്കി എന്ന് ഏറ്റവും അവസാനം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ത്യ ആകട്ടെ ഈ ആക്രമണത്തിന്റെ റഡാർ ദൃശ്യങ്ങൾ കൈവശമുണ്ട് എന്നിപ്പോൾ അനൌദ്യോഗികമായി വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ രാജ്യാന്തര തലത്തിൽ ഇത് വെളിപ്പെടുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ പോലും ജെയ്ഷെ മുഹമ്മദിനെ ന്യായീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി രംഗത്തെത്തിയതാണ് ഏറ്റവും ഖേദകരമായിരിക്കുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ജെയ്ഷെയാണ് ഇതിന് പിന്നിലെന്ന് പറയാനാകില്ല എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്നാണ് BBC-ക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. തുടർന്ന് BBC ലേഖകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ഏത് ജെയ്ഷെ തീവ്രവാദിയാണ് ഇത് വെളിപ്പെടുത്തിയത്? തുടർന്ന് അദ്ദേഹം വെട്ടിലായി. അദ്ദേഹം അതിന് മറുപടി പറയാനാകാതെ കുഴങ്ങുന്നതൊക്കെ നമുക്ക് ആ അഭിമുഖത്തിൽ കാണാൻ കഴിയും. പക്ഷെ പാകിസ്ഥാൻ ഇപ്പോഴും ഇത്തരത്തിൽ തീവ്രവാദികളെ സഹായിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്ന് കൂടി ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു, ഒരു തരത്തിലുമുള്ള നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറല്ല. നിലവിൽ സ്വന്തം നാട്ടിലെ തീവ്രവാദി കേന്ദ്രങ്ങൾക്കെതിരെ പാകിസ്ഥാൻ നിലപാടെടുക്കട്ടെ, അതിനുശേഷം സമാധാന ചർച്ചകളിലേക്ക് പോകാം എന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇന്നലെ പാകിസ്ഥാനിൽ നിന്ന് മോചിതനായ വിംഗ് കമാൻഡർ അഭിനവ് വർത്തമാനെ ഇന്ന് ഡൽഹിയിൽ ആർമി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ ചികിത്സ നടത്തുമെന്നാണ് ആർമി വ്യോമസേന അറിയിച്ചിരുന്നത്. വൈകുന്നേരത്തോടുകൂടി പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും വ്യോമസേന തലവനും അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്തു. ദില്ലിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യമില്ല. 6 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. AAP സഖ്യവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ എതിർത്തും അനുകൂലിച്ചും അഭിപ്രായം നിലനിൽക്കെയാണ് കോൺഗ്രസ് തീരുമാനത്തിന് കാത്തുനിൽക്കാതെ AAP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇരു പാർട്ടികളും സഖ്യമില്ലാതെ മത്സരിക്കുന്നത് BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാനുള്ള വഴിയൊരുക്കും. ശരത്തിന്റെ റിപ്പോർട്ട് കാണാം. ആം ആദ്മി പാർട്ടിയുമായി സഖ്യം വേണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നതിന് ഇടെയാണ് കോൺഗ്രസിന്റെ അന്തിമമായ തീരുമാനം കാത്തുനിൽക്കാതെ ആം ആദ്മി പാർട്ടി ദില്ലിയിലെ 6 സീറ്റുകളിൽ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വെസ്റ്റ് ഡൽഹി ഒഴികെയുള്ള 6 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നിലവിൽ ഈ മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ ചുമതലക്കാരായിരിക്കുന്ന നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ മത്സരിക്കാൻ വേണ്ടി ആം ആദ്മി തെരഞ്ഞെടുത്തിരിക്കുന്നത്. നേരത്തെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഡൽഹിയിൽ ഒന്നിച്ച് മത്സരിക്കുമെന്നുള്ള നിലയിലുള്ള ആലോചനകളൊക്കെ തന്നെ നടന്നിരുന്നു. ഇത് സംബന്ധിച്ച് ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസ് സഖ്യത്തിന് താല്പര്യവും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ തീരുമാനത്തിൽ എത്താൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസിനെതിരെ സമരം ചെയ്ത് രൂപം കൊണ്ട ആം ആദ്മി പാർട്ടിക്കെതിരെ സഖ്യം വേണ്ട എന്നുള്ള ഒരു നിലപാടിലായിരുന്നു. മറ്റൊരു വിഭാഗം 4 സീറ്റുകൾ ആം ആദ്മി പാർട്ടി നൽകാൻ തയ്യാറാണ് എങ്കിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ചേർന്ന് മത്സരിക്കാമെന്നും ഒരു നിലപാടെടുത്തു. ഈ രീതിയിൽ കൃത്യമായ ഒരു തീരുമാനം വൈകിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം PCC യോഗത്തിന് ശേഷം PCC അധ്യക്ഷ ഷീല ദീക്ഷിത് ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിനുള്ള സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു എന്നുള്ള സൂചനകൾ നൽകിയതോടുകൂടി ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ദില്ലിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 ലോക്സഭാ സീറ്റുകളും BJP തൂത്തുവാരിയിരുന്നു. കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും തനിച്ചു മത്സരിക്കുന്നതോടുകൂടി ദില്ലിയിൽ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. ഇത്തരത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമ്പോൾ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നതും. അത് കോൺഗ്രസിന്റെ ഈ ഒരു സീറ്റുകൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സഖ്യത്തിനുള്ള താല്പര്യം കാണിക്കാത്തതിന്റെ ഭാഗമായാണ് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ കോൺഗ്രസുമായി സഖ്യമില്ല എന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. CPIM പ്രവർത്തകനെ കോൺഗ്രസുകാരൻ കുത്തിക്കൊലപ്പെടുത്തി. മരിച്ചത് ചിതറ സ്വദേശി ബഷീർ. പ്രതി ഷാജഹാൻ പിടിയിലായി. കൊലപാതകം രാഷ്ട്രീയ തർക്കത്തിന്റെ പേരിൽ. രാജ്കുമാറിന്റെ റിപ്പോർട്ട് കാണാം. കടക്കലിൽ മരച്ചീനി വ്യാപാരം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന CPM പ്രവർത്തകൻ AM ബഷീറും വഴിയിൽ വെച്ച് മദ്യലഹരിയിലായിരുന്ന ഷാജഹാനുമായി രാഷ്ട്രീയപരമായ സംഭവങ്ങളിൽ തർക്കമുണ്ടായി. ഇതിനെ തുടർന്ന് വെറുതങ്ങൾ വാക്കേറ്റമുണ്ടായി. പിന്നീട്
AM ബഷീർ ഷാജഹാനെ ഇരട്ടപ്പേര് വിളിച്ചു. ഇതിന്റെ ഒരു വൈരാഗ്യം ഷാജഹാൻ ഉണ്ടായിരുന്നു. തുടർന്ന് AM ബഷീർ വീട്ടിലേക്ക് കയറി കുളിക്കാനായി വസ്ത്രം മാറി പുറത്തു വരുമ്പോഴാണ് മദ്യലഹരിയിലായിരുന്ന ഷാജഹാൻ കത്തികൊണ്ട് തന്റെ കരുതിക്കൂട്ടി കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് AM ബഷീറിനെ തുടരെ കുത്തിയത്. 9 തവണ കുത്തേറ്റതായി പ്രദേശവാസികളും അതുപോലെ തന്നെ പോലീസും പറഞ്ഞിട്ടുണ്ട്. കുത്തേറ്റ് പിടഞ്ഞ് നിലവിളിക്കുകയായിരുന്ന AM ബഷീറിനെ നാട്ടുകാരാണ് ഓടിക്കൂടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രതിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകനും ക്രിമിനൽ കേസിൽ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഷാജഹാനെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. കൊലയാളിയെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് പിടിച്ച് ഇപ്പോൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. യാതൊരു കാരണവുമില്ലാതെ പാവപ്പെട്ട ബഷീർ അങ്കാടിയെ കൊലപ്പെടുത്തിയതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തിയിട്ട് ഈ റൗഡിയായിട്ടുള്ള ഈ സാമൂഹ്യവിരുദ്ധനായിട്ടുള്ള ഈ കൊലയാളിക്ക് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടുന്ന നിയമനമാണ്. അതേസമയം AM ബഷീറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. എന്തായാലും രാഷ്ട്രീയ കൊലപാതകത്തിന്റെ അടിസ്ഥാനത്തിൽ ചിതറ പഞ്ചായത്തിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ കുറ്റപത്രം തയ്യാറായി. രവി പൂജാരിയാണ് കേസിലെ മുഖ്യപ്രതി. ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു വെടിവെപ്പെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ബൈക്കിലെത്തി വെടിയുതിർത്ത യുവാക്കളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. കൊച്ചിയിൽ നിന്നും ഉമേഷിന്റെ റിപ്പോർട്ട് കാണാം. കടവന്ത്രയിലെ ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്ത സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ അധോലോക നേതാവ് രവി പൂജാരിയാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതിന്റെ ഭാഗമായായിരുന്നു ബൈക്കിലെത്തിയ 2 യുവാക്കൾ ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെച്ചത് എന്നും കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ സംഭവത്തിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ രവി പൂജാരിയാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചിരിക്കുന്നത്. രവി പൂജാരി ഈ കുറ്റപത്രത്തിൽ 3ാം പ്രതിയാണ്. ഒപ്പം ഈ ബൈക്കിലെത്തി വെടിയുതിർത്ത കണ്ടാലറിയാവുന്ന യുവാക്കൾ കേസിലെ 1ഉം 2ഉം പ്രതികളാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കുറ്റപത്രമാണ് അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഡിസംബർ 15-നായിരുന്നു കടവന്ത്രയിലെ നടി ലീന മരിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി പാർലറിന് നേരെ 2 യുവാക്കൾ മുഖം മറച്ചെത്തിയ 2 യുവാക്കൾ വെടിയുതിർത്ത് അവിടെ നിന്ന് കടന്നു കളഞ്ഞത്. ഈ യുവാക്കളെ ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ സംഭവ സ്ഥലത്ത് നിന്ന് രവി പൂജാരി എന്നെഴുതിയ ഒരു കുറിപ്പ് പോലീസിന് ലഭിച്ചിരുന്നു. ഇതുകൂടാതെ ഈ സ്ഥാപന ഉടമയായ ലീന മരിയ പോളിനെ 2 തവണ ലീന മരിയ പോളിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ലീന മരിയ പോൾ പ്രധാനമായും പോലീസിനോട് പറഞ്ഞത് രവി പൂജാരിയുടെ പേരിലാണ് തനിക്ക് 2 തവണ ഫോൺ കോൾ വരികയുണ്ടായി, 25 കോടി രൂപ നൽകണം എന്നതായിരുന്നു ഈ ഫോൺ കോൾ ഭീഷണിയുടെ ഭാഗമായി രവി പൂജാരി പറഞ്ഞത് എന്നും ലീന മരിയ പോൾ പറയുകയുണ്ടായി. രവി പൂജാരിയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് അത്തരത്തിലൊരു ഭീഷണി ഉണ്ടായത് എന്നും ലീന മരിയ പോൾ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ഫോൺ കോൾ പോലീസ് വിശദമായി പരിശോധിച്ചു. ഇതിലുള്ള ശബ്ദം രവി പൂജാരിയുടേത് തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രവി പൂജാരിയെ 3ാം പ്രതിയാക്കി അന്വേഷണം തുടർന്നത്. ഈ അന്വേഷണം നടക്കുന്നതിനിടെ അധോലോക നേതാവായ രവി പൂജാരിയെ സെനഗലിൽ വെച്ച് ഇന്റർപോളിന്റെ സഹായത്തോടെ പിടികൂടുകയും ചെയ്തു. എന്നാൽ രവി പൂജാരിയെ എന്നാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമാകാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇതിനിടെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസിൽ ആദ്യഘട്ട കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നത്. 2 ദിവസമായി അബുദാബിയിൽ നടന്നുവന്ന OIC സമ്മേളനത്തിന് സമാപനം. അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പുറം രാജ്യങ്ങൾ ഇടപെടരുതെന്ന പ്രമേയം. കരട് പ്രമേയത്തിൽ ഇന്ത്യ പാക് സംഘർഷത്തെക്കുറിച്ചോ കശ്മീരിനെക്കുറിച്ചോ പരാമർശമില്ല. വിവരങ്ങളുമായി EM അഷ്റഫ് ചേരുകയാണ്. അഷ്റഫ്, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഏറ്റവും വഷളായ സാഹചര്യത്തിലായിരുന്നു OIC സമ്മേളനം നടന്നതെന്നത് ശ്രദ്ധേയമായിരുന്നു. ഒപ്പം ഇന്ത്യ അതിഥി രാഷ്ട്രമായി ക്ഷണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ കരട് പ്രമേയത്തിൽ ഇരു രാജ്യങ്ങളുടെയും പ്രശ്നത്തിൽ യാതൊരുവിധ പരാമർശങ്ങളും ഉണ്ടായിട്ടില്ല. വിശദാംശങ്ങൾ എന്താണ്? OIC അതായത് ഓവർസീസ് ഇസ്ലാമിക് കൺട്രീസിലെ വിദേശകാര്യന്മാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് നടന്നത്. ഈ സമ്മേളനത്തിലെ 2 പ്രത്യേകത ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുമ്പോഴാണ് പ്രത്യേകിച്ച് അഭിനന്ദ് അവർന്ന് തുടങ്ങിയ പ്രധാനപ്പെട്ട സൈനികരെ തട്ടിക്കൊണ്ടുപോവുകയും അവിടെ തടങ്കിൽ ജീവിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഈ സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്
പാകിസ്ഥാൻ വിട്ടുനിന്നുള്ളതാണ്. അതായത് ഇസ്ലാമിക രാജ്യം എല്ലാതിടത്തും കൂടി ഇന്ത്യയെ ക്ഷണിക്കുകയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ ഒരു പ്രത്യേക വിശിഷ്ടാതിഥിയായി ക്ഷണിക്കുകയും ചെയ്തു. ഇതിന് ഇന്നത്തെ പ്രമേയം വളരെയേറെ ഊന്നി പറയുന്നത് മേഖലയിലെ അക്രമം ഏത് തരത്തിലുള്ളതായാലും ഇസ്ലാമിക രാജ്യങ്ങളിലോ മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമോ ഇല്ലാതിരിക്കാൻ ശ്രമിക്കണം. കാശ്മീരിനെ കുറിച്ചോ കാശ്മീർ എത്രത്തോളം പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ അവരുടെ ഭാഗമാണെന്ന് പറയുന്നതിനെ കുറിച്ചോ പരാമർശമില്ല. എന്നാൽ കഴിഞ്ഞ എല്ലാ ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശ മന്ത്രിമാരുടെ സമ്മേളനങ്ങളൊക്കെ തന്നെ പാകിസ്ഥാന്റെ ഭാഗമാണ് അല്ലെങ്കിൽ കാശ്മീർ ഹിതപരിശോധന നടത്തണം എന്ന രീതിയിൽ പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അതും ഉണ്ടായില്ല. ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഇമ്രാൻഖാനെ, അതായത് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അഭിനന്ദിക്കുന്ന ഒരു പ്രമേയം ഉണ്ടായി. അതായത് ഇത്രയും സംഘർഷം ഉണ്ടായപ്പോൾ പോലും ഇന്ത്യൻ പട്ടാളക്കാരനെ വിട്ടയച്ച നടപടി യഥാർത്ഥത്തിൽ അഭിനന്ദനീയമാണ് എന്ന് പറയുകയും ചെയ്തു. മേഖലയിൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കരുത് എന്നൊരു ആഹ്വാനം നൽകി ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏതെങ്കിലും പ്രശ്നത്തിൽ ആഭ്യന്തര പ്രശ്നത്തിൽ പുറം ഇടപെടൽ, പ്രധാനമായും ഇറാനെയാണ് ഉദ്ദേശിച്ചത്, ഇറാന്റെ ഇടപെടൽ സമ്മതിക്കില്ല എന്ന താക്കീത് നൽകി. യഥാർത്ഥത്തിൽ ഈ സമ്മേളനം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വഷളായ ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ മധ്യസ്ഥം വഹിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശം നൽകുകയോ ചെയ്യുന്നുള്ള കാര്യം. പ്രത്യേകിച്ച് സൗദി അറേബ്യ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനെ കണ്ടിരുന്നു. സൗദി അറേബ്യ പാകിസ്ഥാനെ ഉപദേശിക്കാനുണ്ടായത് ഇന്ത്യയുമായി സംഘർഷത്തിന് വരുന്നത്. ഇത് തെളിയിക്കുന്നത് അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം, സൗഹൃദ ബന്ധം അതിനുള്ള എല്ലാം തന്നെ ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇത് ഇന്ത്യക്കാർക്ക് അഭിമാനകരമായ ഒരു സമ്മേളനം തന്നെയാണ്. കാരണം പാകിസ്ഥാന്റെ ഒരു ആവശ്യം അംഗീകരിച്ചില്ല, കാശ്മീർ സംബന്ധിച്ച് ഒരു നിലപാട് വ്യക്തമാക്കിയില്ല. മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും നല്ല രീതിയിൽ തുടരണം എന്ന ആഹ്വാനം നൽകുകയും ചെയ്തു. 2 ദിവസമായി അബുദാബിയിൽ നടന്നുവന്ന OIC സമ്മേളനത്തിന് സമാപനമായിരിക്കുന്നു. വിശദാംശങ്ങളാണ് IM അഷ്റഫ് നൽകിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.